മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. Here is your man behind your success. It's me, Ashik sir. Just begin. So മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലെ കുറച്ച് ഫാക്ടുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സെറ്റ് ആയിട്ട് നമുക്ക് നോക്കിയാലോ മക്കളെ. ബേസിക്കലി ഇന്ത്യ ദാറ്റ് ഈസ് ഭാരതിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്, ഇന്ത്യക്ക് ആ പേര് എങ്ങനെ കിട്ടി, അല്ലെ ഇന്ത്യക്ക് ആ പേര് എങ്ങനെ കിട്ടി, എങ്ങനെയാണ് ഇന്ത്യൻസ് ഇന്ത്യയെ വിളിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഋഗ്വേദ എന്ന് പറയുന്ന ഓൾഡസ്റ്റ് ഇന്ത്യൻ ടെക്സ്റ്റ് ഉണ്ട്. ആ ഇന്ത്യൻ ടെക്സ്റ്റിലെ നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് റീജിയനെ കുറിച്ച്, ഇതാണ് ഇവിടെയാണ് ബേസിക്കലി ആ ഒരു ഏരിയ വരുന്നത്. നോർത്ത് വെസ്റ്റ് റീജിയനെ കുറിച്ച് പറയുന്നത് ബേസിക്കലി സപ്തസിന്ധവ എന്നാണ്. മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ് എന്താണ്, സപ്തസിന്ധവ. നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് കമന്റ് ബോക്സിൽ ഇടുക സപ്തസിന്ധവ എന്നുള്ളത്. സോ സപ്തസിന്ധവ ബേസിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത്, ലാൻഡ് ഓഫ് ദി 7 റിവേഴ്സ് ആണ്, അല്ലെ 7 നദികളുള്ള ഒരു ലാൻഡിനെയാണ് നമ്മൾ സപ്തസിന്ധവ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് ഋഗ്വേദയിൽ വന്നിട്ടുള്ളതാണ്. നമ്മൾ ഇന്ത്യയെ ഉദ്ദേശിച്ചാണ്, ഇന്ത്യയെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ ആണല്ലോ. ഈ സിന്ധവ ബേസിക്കലി എവിടെ നിന്നാണ് വരുന്നത്, സിന്ധു എന്ന് പറയുന്ന നദി, അല്ലെ ഇൻഡസ് റിവർ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഇൻഡസ് റിവറിൽ നിന്നാണ് ബേസിക്കലി സിന്ധവ എന്നുള്ള ഒരു വേർഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്റെ മക്കൾക്ക് സെറ്റ് ആണല്ലോ. ഇനി അടുത്തത് മഹാഭാരതം എന്ന് പറയുന്ന ആൻഷ്യൻ എപ്പിക്കിൽ നമ്മൾ ഇന്ത്യയെ കുറിച്ചും അല്ലെ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളെ കുറിച്ച് എന്തൊക്കെ പേരിലാണ് അന്ന് പറഞ്ഞിരുന്നത് നമുക്ക് നോക്കിയാൽ മക്കളെ. സിമ്പിൾ ആണ് മക്കളെ. കാശ്മീരിനെ ബേസിക്കലി കാശ്മീര എന്ന് വിളിച്ചിരുന്നു. സെക്കൻഡ് എന്താണ്, ഹരിയാനയിലുള്ള കുരുക്ഷേത്രമാണ്, അല്ലെ കുരുക്ഷേത്ര അല്ലെങ്കിൽ കുരുക്ഷേത്രം എന്ന് ഉദ്ദേശിച്ചത് അവർ ഇന്നത്തെ ഹരിയാനയാണ്. കുരുക്ഷേത്രം എന്ന് വിളിക്കുക, അല്ലെ നമ്മൾ കുരുക്ഷേത്രം എന്ന് പറയുന്നില്ല. യെസ്. അതേപോലെ എന്താണ്, വങ്ക എന്നാണ് ഇന്നത്തെ ബംഗാളിൽ അവർ ഉദ്ദേശിക്കുന്നത്. വങ്ക എന്ന് ഉദ്ദേശിച്ചു. പിന്നെന്താണ് മക്കളെ, പ്രഗ്ജ്യോതിഷ എന്നാണ് ആസാമിന് ഉദ്ദേശിച്ച് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ്, കച്ചിനെ കച്ച് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കച്ചിനെ കച്ച് എന്ന് തന്നെ പറയുന്നു. ദെൻ കേരളത്തെ സിമ്പിൾ ആണ് മക്കളെ, കേരളത്തെ അന്നും എന്താണ് കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ബേസിക്കലി ഈ ചാപ്റ്റർ എന്താണ് വളരെ സിമ്പിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റ് ആകുക. സോ യുവർ വീഡിയോ ഈസ് ഓവർ, ബട്ട് ദ റോർ ഓഫ് ലേണിംഗ് നെവർ എൻഡ്സ്. ദിസ് ഈസ് യുവർ മാൻ ആഷിക് സർ, ജസ്റ്റ് സൈനിങ് ഓഫ്. താങ്ക് യു, ബൈ.